ഹരേ കൃഷ്ണ. ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ഓരോരുത്തർക്കും ഒരു ഇഷ്ട ആരാധ്യമൂർത്തി ഉണ്ടാവും ഇല്ലേ? അപ്പം എന്താണ്, ചിലവർക്ക് അറിവ് വെക്കണ സമയം തുടങ്ങി ആ ഒരു നമ്മുടെ ഇഷ്ട ദൈവത്തിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മൾ അതിനോട് അടുക്കും, നമ്മൾ ഇഷ്ടമുള്ള ദൈവത്തിനോട് അടുക്കും. ചിലവർക്ക് ഒരു എന്താ പറയുക, ഒരു പ്രായം ഒരു 20 ആ ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലവർക്ക് തിരിച്ചറിയാൻ പറ്റും. ചിലവർക്ക് അതിലും പ്രായം കൂടും. ചിലവർക്ക് അത് തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ടാകും. എല്ലാ ദൈവങ്ങളെയും ഒരുപോലെ തൊഴുതു പോണവരും ഉണ്ടാകും ഇല്ലേ? എന്നാലും എല്ലാവർക്കും ഓരോ ആൾക്കാർക്ക് ഇഷ്ട ആരാധ്യ ദൈവം ഉണ്ടാകും ഇല്ലേ? അപ്പോൾ എൻ്റെ ഒരു ആരാധ്യ ദൈവനാണ് എൻ്റെ കൃഷ്ണൻ. അപ്പോൾ ഈ കൃഷ്ണനിലോട്ട് വരാനായിട്ടുള്ള കാരണം തന്നെ ഒരു എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ തന്നെ ഉള്ള പ്രശ്നത്തിലൂടെയാണ് ഞാൻ ഭഗവാനിലോട്ട് ആകർഷിച്ചത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജീവിതത്തിൽ നല്ലൊരു മുട്ടം എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഇത് പറയട്ടെ, നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ഒരുപാട് അമിതമായി ആരെ വിശ്വസിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരോട് തുറന്ന് പറയരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കത് ദോഷമായിട്ടേ വരുള്ളൂ നമുക്ക്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പണി എനിക്ക് വന്നത് കൊണ്ടിട്ടാണ്. അപ്പം ഞാൻ ദൈവത്തിനോട് ചോദിച്ചു, ഭഗവാനെ ഒരാളെയും വിശ്വസിച്ച് ഒന്നും പറയാൻ പറ്റുന്നില്ല, ഞാനിത് ആരോട് പറയും എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ കണ്ണിലോട്ട് ചെന്നത്. പിന്നെ ഓടിപ്പോയി ഞാൻ എൻ്റെ കണ്ണനെ എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ നെഞ്ചത്ത് ഇരുത്തിയിട്ടാണ് ഞാൻ വർത്തമാനം പറഞ്ഞത് ഇങ്ങനെ ഭഗവാനോട്. സകല കാര്യവും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു മനസ്സുഖമില്ലേ, അതാരോടും പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കി എൻ്റെ ആരാധ്യ ദൈവം എൻ്റെ കൃഷ്ണനാണെന്ന്. പിന്നെ സകലതും ഞാൻ കൃഷ്ണനിൽ സമർപ്പിച്ച് എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എന്ത് പ്രശ്നങ്ങളും ഞാൻ ഭഗവാനോട് പറയാൻ തുടങ്ങി. എല്ലാ കാര്യങ്ങളും ഞാൻ മറ്റുള്ളവരോട് ഒന്നും പറയാറില്ല. എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ കണ്ണനിൽ സമർപ്പിച്ച്